കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. പുഷ്പവതി എന്ന് പറയുന്ന പിന്നണി ഗായികയെ അറിയത്തില്ല, അവരാരാണ്, അവരെന്താണ്, ഏതാണ് എന്നൊക്കെ. ആ സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയല്ലേ? അവരെ ആർക്കും അറിയത്തില്ല. അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആർക്കും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക, നമ്മുടെ ചാനലുകളിൽ നിരന്തരം എത്രയോ റിയാലിറ്റി ഷോകൾ നടക്കുന്നു. പാട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംഗീത പരിപാടികളോ, ഒരുപാട് റിയാലിറ്റി ഷോ ഉണ്ട്. ആ ഏതെങ്കിലും ഒരു ഷോയിൽ പുഷ്പവതി മാമിനെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടോ? കാണത്തില്ല, കാണാൻ കിട്ടത്തില്ല. അത് അവരുടെ നിറം കറുപ്പായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പറയും, കറുത്ത എത്രയോ പാട്ടുകാരുണ്ട്, എത്രയോ ഗായികമാരുണ്ട്. ഒരുപാട് പേരുണ്ട്, പക്ഷെ ആർക്കും ആരും അറിയില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു പോളിറ്റിക്സ്. ഈ സെയിം സാധനം വേടൻ പറഞ്ഞപ്പോൾ വേടൻ ജാതിക്കാരനായി, ജാതി വെറിയനായി. അതേപോലെ തന്നെ എത്രയോ ആൾക്കാർ പറയുന്നവരൊക്കെ ജാതി വെറി. ജാതിയല്ല ഇവിടെ മെയിൻ പ്രശ്നം, നിറമാണ്. ഈ സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഇതെല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ എത്ര പരസ്യങ്ങൾ നിരന്തരം കാണുന്നു. കറുത്തവർക്ക് ഗ്ലോ സ്കിന്നില്ലേ? സ്കിൻ ഗ്ലോ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്ത്? അത് വെളുക്കുക എന്നതല്ല അതിനർത്ഥം. വെളുപ്പിനെ മാത്രമാണ് ഇവിടെ വെസ്റ്റ് ബംഗാളിൽ കിടക്കുന്ന ശ്രേയാ ഘോഷാലിനെ കൊണ്ടുവന്ന് മലയാളത്തിൽ പാടിക്കാൻ പറ്റും. മലയാളത്തിൽ എത്രയോ നല്ല നല്ല പാട്ടുകാരുണ്ട്, പെൺകുട്ടികളുണ്ട് പാടുന്നത്. അവരെ വിളിച്ച് പാടിക്കത്തില്ലേ? പാടിക്കത്തില്ല. കാരണം ശ്രേയാ ഘോഷാലിൻ്റെ അത്രയും സൗന്ദര്യവും തൊലിവെളുപ്പും അവർക്ക് കാണൂല. അതാണ് മെയിൻ റീസൺ. റിമി ടോമിയെ നമ്മൾ നിരന്തരം എല്ലാ ചാനലുകളിലും കാണാറുണ്ട്. പക്ഷേങ്കിൽ പുഷ്പവതി മാമിനെ പോലുള്ള ഏതെങ്കിലും ഗായിക നിങ്ങൾ കാണാറുണ്ടോ? കാണില്ല. ഏതെങ്കിലും അവാർഡിനായിട്ട് കാണാറുണ്ടോ? കാണത്തില്ല. എത്രയോ ജ്വല്ലറികളുടെ പരസ്യം ഏതെങ്കിലും ഒരു കറുത്ത പെൺകുട്ടിയെ വെച്ച് ഇവർ ചെയ്തിട്ടുണ്ടോ? എത്രയോ ജയലക്ഷ്മിയും അതേപോലെ എത്രയെത്ര ടെക്സ്റ്റൈൽസ് ശൃംഖലകൾ കേരളത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസുകാർ ഒരു കറുത്ത മോഡലിനെ ഒരു അഞ്ച് പേരെ അവർ പ്രിഫർ ചെയ്യുമ്പോൾ ഒരാളെ പ്രിഫർ ചെയ്യും, ഒരു പെൺകുട്ടിയെ പ്രിഫർ ചെയ്യും. എന്താ, കറുത്ത പെൺകുട്ടികളുടെ ഇന്ന് കല്യാണം നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ? അവരായിട്ട് സ്വർണം ധരിക്കുന്നില്ലേ, വസ്ത്രം ധരിക്കുന്നില്ലേ? ഇതാണ് കറുപ്പിൻ്റെ രാഷ്ട്രീയം. ഇതാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും വർണ്ണവിവേചനമില്ല, അങ്ങനൊരു സാധനമുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളത് പറയുമ്പോൾ എല്ലാവരും നിസ്സാരവൽക്കരിക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പറയുന്നത് ഏതാണ്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അനുഭവിച്ചവർക്കല്ലേ അതറിയത്തുള്ളൂ. എത്ര സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. നമ്മളുടെ എഴുത്തുകളോ അല്ലെങ്കിൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ പോലും 10 പേര് കൂടുതൽ കാണൂല എന്ന് എനിക്കറിയാം. അതങ്ങനെയാണ്, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള്, ഞാനൊരു അത്യാവശ്യം കളറുള്ളൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോകാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ കൊച്ചു അവൾ ഒരുപാട് ചിരിച്ചു അത് കണ്ടിട്ട്. പക്ഷേ എങ്കിൽ എന്നെക്കാട്ടിൽ കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ അവരത് ചിരിക്കത്തില്ല, അവരത് ആസ്വദിച്ചേനെ. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമല്ല, അവർ കാണുന്ന പരസ്യങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ കുഴപ്പമാണ്. കറുത്ത നിറം അഗ്ലിയാണ്, അവർ ചെയ്യുന്നതൊക്കെ അഗ്ലിനെസ് ഉള്ളതാണ് എന്ന് ഒരു പൊതുധാരണ കുട്ടികളിലേക്കും ഇപ്പോഴേ കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിൻ പോളിറ്റിക്സ്. നമ്മൾ കതിരി കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. ഞാനോ അല്ലെ എന്നെ പോലെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അതൊരിക്കലും മാറില്ല. അതങ്ങനെയായിരിക്കും. അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രസൻ്റായിട്ട് നിൽക്കുന്ന ഒരു ജനറേഷൻ, അതായത് അവർ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം, അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കണം. അല്ലാത്തടത്തോളം കാലം ഇതിങ്ങനെ തന്നെ നിലനിൽക്കും.